ഇന്ന് എന്തൊക്കെ ചെടിയാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ. ആശ്രാമം മൈതാനത്ത് ഇന്ന് 8 തീയതി ഒക്ടോബർ 8 ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് ഐറ്റം ഉണ്ട്. എന്നാൽ ഇപ്പം വന്നതിലുണ്ട് കുറേ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ പീലിമോള് നമ്മുടെ യൂട്യൂബിനകത്ത് കിട്ടിയൊരു ചെറിയ വരുമാനത്തിൽ നിന്ന് എടുത്തൊരു വണ്ടിയാണ്. അന്നേരം അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കുറച്ച് പ്ലാന്റ്, ഇന്നത്തെ വെള്ളമൊക്കെ അതിനകത്താണ് കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ ആശ്രാമം മൈതാനത്ത് വെള്ളം ഇവിടെ കുഴൽ കിണറൊന്നും അടിക്കാൻ പറ്റില്ല. അന്നേരം വീട്ടിൽ നിന്ന് തന്നെയാണ് വെള്ളം വരെ കൊണ്ടുവന്ന് ഇതിനകത്ത് ടാങ്കിൽ നിറച്ച് നമുക്കിത് പ്ലാന്റിന് അടിക്കേണ്ടത്. അങ്ങനെ ഒരു ദിവസം 2 ലോഡ് വെള്ളം എന്തായാലും കൺഫേം വരും. അന്നേരം 2000 ലിറ്റർ മിനിമം വെള്ളം വേണം ഒരു ദിവസം ചെടിക്കൊഴിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അന്നേരം അത് കൊണ്ടുവന്ന് ഇവിടെ ജനറേറ്റർ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ അടിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഒരു റോസ്, വലിയ ഒരു റോസ്, ഇതാണ്ട് ബട്ടൺ റോസ് എന്ന് പറഞ്ഞാൽ ഉഷാറ് വെറൈറ്റി ബട്ടൺ വെറൈറ്റി റോസ്, വലിയ കവറുള്ള റോസ്, ചട്ടിയിലുള്ള റോസ്, വലിയ ചട്ടിയിലുള്ള റോസ്, അങ്ങനെ ഒരുപാട് പ്ലാന്റ്. ഇന്ന് ഞായറാഴ്ച വന്നേക്കുന്ന ആളുകളാട്ടോ ചെടികൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലാന്റുകൾ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ആഗ്രഹത്തിൽ വന്നേക്കുന്ന നല്ല കിടിലം പ്ലാന്റുകൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയേക്കുന്ന കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ്. നല്ല ജെറിബർ താണ്ട് ഇത്രത്തോളം ജെറിബർ ഇരിപ്പുണ്ട്. അവരൊക്കെ ചെടി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ താണ്ട് നാടൻ വെറൈറ്റി റോസ്, അതേപോലെ തന്നെ പെറ്റൂണിയ, ഡയാന്തസ്, അതേപോലെ ചട്ടിയോട് കൂടിയുള്ള റോസ്, വലിയ ചട്ടിയിലുള്ളത് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അതേപോലെ ഒരുപാട് പ്ലാന്റൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റായിട്ടിരിക്കുന്ന ആശ്രമം മൈതാനമാണ് ഈ കാണുന്നത്. കുറച്ച് ആളുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ഇത് സമ്മർ റോസ് ഉണ്ട്. അതേപോലെ തന്നെ ബട്ടൺ റോസ് ഉണ്ട്. മഞ്ഞ നാടൻ റോസ് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങുക. അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അത് വിരലിൽ എണ്ണാവുന്ന പ്ലാന്റുകൾ വെറൈറ്റികളൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് പുതിയ ലോഡൊക്കെ വരുന്ന സമയത്ത് വേണം അതിനകത്തൊന്ന് ആവശ്യമുള്ള വെറൈറ്റികൾ എടുക്കാനായിട്ടാണ്. ഒരു പ്ലാന്റ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ബഡ് അല്ലാത്ത സമ്മർ റോസും അതേപോലെ തന്നെ ബട്ടൺ റോസും. പിന്നീട് അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ചാനലും വീഡിയോയും ഒക്കെ കണ്ടിട്ട് വന്ന ഒരുപാട് ആളുകൾ, ഇത് നേരിട്ട് വന്ന് ഇന്നലെയായിട്ട് കണ്ട ആളുകൾ ഇവിടെ ഉണ്ട്. ഈ പ്ലാന്റുകളൊന്നും തീരുന്നതിന് മുമ്പ് വാങ്ങാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പം ഒരു ദിവസമായേ ഇങ്ങനെ പ്ലാന്റുകൾ വന്നിറങ്ങുമ്പോൾ ആദ്യമേ വരുന്നവർ നല്ല നല്ല വെറൈറ്റികൾ എടുത്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഒന്നും വിചാരിക്കല്ലേ. അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസ്, പനനീർ റോസ്, കുറച്ച് എഡ്വേർഡ് റോസ് ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു, ആ വെറൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സമ്മർ സ്നോ മാത്രമല്ല, റെഡ് പിനാക്കയുടെ പ്ലാന്റ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. റെഡ് പിനാക്ക, സമ്മർ സ്നോ, അതേപോലെ തന്നെ അല്ലാതുള്ള വെറൈറ്റി പ്ലാന്റുകളും, അതേപോലെ ഇതിനകത്ത് തന്നെ ചരിഷ്മയുടെ പ്ലാന്റ് കുറച്ചുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാശ്മീർ റോസ് ഉണ്ട്. അതൊക്കെ തീർന്നതിന് മുമ്പ് കുറച്ച് പ്ലാന്റൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി വെട്ടിക്കിളിപ്പിക്കുന്ന പ്ലാന്റാണ് നോക്കി വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതേപോലെ മഞ്ഞ തൊണ്ട് ഇടയ്ക്ക് 2 മഞ്ഞ കണ്ടില്ലേ, അതേപോലെ കാശ്മീർ റോസ്, ബട്ടൺ വെറൈറ്റി റോസ്. ബട്ടണൊക്കെ നല്ല അടിപൊളി ബട്ടൺ കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ബട്ടൺ, നല്ല പ്ലാന്റ്, കൊണ്ട് ചെന്ന് കിളിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനെ ഇടയ്ക്ക് കുറച്ച് ഈ സ്ട്രൈപ്പ് വെറൈറ്റി, ടൈഗറിൻ്റെ സ്ട്രൈപ്പ് വെറൈറ്റി റോസ് കുറച്ച് വന്നിട്ടുണ്ട്. അന്നേരം അതും കൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർ വന്ന് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കാം. പിന്നെ 3 100 രൂപ ടൈപ്പ് റോസ് ഉണ്ട്, 2 100 രൂപ ടൈപ്പ് റോസ് ഉണ്ട്, 1 100 രൂപ ടൈപ്പ് റോസ് ഉണ്ട്. ഇത് കൊല്ലത്താണ്, സ്ഥലം കൊല്ലമാണ്. കൊല്ലത്ത് ആശ്രാമം മൈതാനത്തും നമ്മൾ രണ്ടാംകുറ്റി നഴ്സറിയിലും കൂടെ ആയിട്ടാണ് പ്ലാന്റ് ഇരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ആശ്രാമം മൈതാനത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടാത്തവരാരാ അല്ലേ? അങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനവും, ദൂരെയുള്ളവർക്കൊക്കെ വന്ന് വാങ്ങിയില്ലെങ്കിലും ചെടികളൊക്കെ കാണുമ്പോൾ ഉള്ളൊരു കൗതുകവും ആ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമാണെന്നുള്ള കാര്യമൊക്കെ അറിയാം. കാര്യം ഒരുപാട് ചെടികളെ ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന, റോസിനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചെമ്പരത്തി ഇഷ്ടമുള്ള ആളുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ പല വെറൈറ്റി, ഡോർഫ് വെറൈറ്റി ചെമ്പരത്തിയും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം. വരുമ്പോഴത്തേക്ക് വിളിക്കും ഇതേപോലെ ചെമ്പരത്തിയുടെ ഹൈബ്രിഡ് വെറൈറ്റി ഇന്ന കളറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് വിളിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയൊന്നും അത്രയും പ്രചാരം ഉണ്ടെങ്കിലും ഇന്ന് വീണ്ടും ആ ഒരു പ്രചാരം തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മേളയായിരുന്നു ആശ്രാമ മൈതാനത്ത് നടന്ന നമ്മളുടെ ഈ ഒരു മേള. ഒരുപാട് പേര് ചെടികൾ നോക്കി വരുന്നവരുണ്ട്. അതേപോലെ തന്നെ പൂക്കൾ, അതിനുള്ള വളങ്ങളും ഒക്കെ അത്യാവശ്യം വേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ഈ പൂ പിടിക്കുന്ന ചെടിയൊക്കെ നമ്മൾ വളർച്ചയ്ക്കുള്ള വളം കൊടുത്തതിന് ശേഷം നമ്മൾ പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളമുണ്ട്. അതായത് ഡൈഅമോണിയം ഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ NPK മിക്സർ, അതേപോലെ തന്നെ ഫാക്ടം ഫോസ്, അങ്ങനെയുള്ള സാധനങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും പൂക്കാൻ വേണ്ടിയിട്ടും കൊടുക്കുന്ന വളങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതും കൂടെയൊക്കെ വന്ന് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.
അത്യാവശ്യം സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചേട്ടന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് മുതൽ എങ്ങനെ ഫ്ലവറിന് ഇടാനുള്ള വളം എന്തൊക്കെയാണ് എന്നൊക്കെ അവർ പറഞ്ഞു തരും. അന്നേരം അതും കൂടെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അതേപോലെ തന്നെ ചെമ്പരത്തി വെറൈറ്റികളുണ്ടല്ലേ, വലിയ പൂ, ഹവായി വെറൈറ്റി, ഹവായി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഹവായി വെറൈറ്റി എന്ന് പറഞ്ഞാൽ വലിയ പൂക്കൾ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റോക്കിലുള്ള പ്ലാന്റാണ്. ഇന്നത്തെ ദിവസം ഒക്ടോബർ 8 ഞായറാഴ്ച നമ്മളിവിടെ ഇരിക്കുന്ന ചെടികളുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ ഇരിക്കുന്ന കുറേ പ്ലാന്റുകളുണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ നാളെ ചിലപ്പോൾ ഈ പ്ലാന്റുകളായിരിക്കത്തില്ല വരുന്നത്. പിന്നെ ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഇനി കുറച്ച് പ്ലാന്റ് 10-20 പ്ലാന്റ് കൂടിയേ ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഇവിടെ ഇരിപ്പുള്ളൂ. പുതിയ ലോഡ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്നേരം കുറച്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഈ ഒരു പരിപാടി. 10-40 ദിവസത്തേക്കുണ്ടെങ്കിലും നമ്മളിപ്പോൾ എക്സ്റ്റൻഷൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ദിവസം കൂടെ നമുക്ക് നീട്ടി കിട്ടിയതാണ്. അന്നേരം കുറച്ച് ദിവസം കൂടി ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. അന്നേരം കൊല്ലത്ത് വരുന്ന സമയത്ത് ആശ്രാമ മൈതാനത്തോട്ടും കൂടെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മേളയെ കാണാനായിട്ട് സാധിക്കും. ആവശ്യമുള്ള പ്ലാന്റൊക്കെ വാങ്ങാൻ സാധിക്കും. കൊല്ലം ജില്ലയിലെ ആശ്രാമ മൈതാനം. ഇതെടുത്ത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? കുറേ പേര് വിളിക്കാറുണ്ട്, നമ്പറിൽ വിളിക്കുമ്പോഴത്തേക്ക് പറയും ആശ്രാമ മൈതാനത്താണ്, കൊല്ലം ജില്ലയിലാണ് എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ്. കൊല്ലം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ആശ്രാമ മൈതാനം അറിയാത്ത ഒരൊറ്റ കുഞ്ഞ് കാണത്തില്ല. ആ ആശ്രാമ മൈതാനത്തിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ എക്സിബിഷൻ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ആവശ്യമുള്ള പ്ലാന്റുകൾ വന്ന് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങുക. അതേപോലെ പഴവർഗ്ഗ തൈകളും അതേപോലെ ഉണ്ട് കേട്ടോ. മൾബറിയുടെ തൈ ഇരിപ്പുണ്ട്, സ്ട്രോബെറിയുടെ തൈ ഇരിപ്പുണ്ട്. മൾബറി നമുക്ക് ഒരുപാട് ഉയരം പോവാതെ തന്നെ മണ്ട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ കാ പിടിക്കുന്ന വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി മൾബറി ഉണ്ട്, ജബോട്ടിക്കാപ്പയുണ്ട്. അതേപോലെ തന്നെ ഇസ്രേലിയൻ അത്തിപ്പഴത്തിൻ്റെ തൈയുണ്ട്, ജബോട്ടിക്കാപ്പ പഴമുണ്ട്, കുള്ളൻ അടയ്ക്ക മുതൽ പേര വരെ പല വെറൈറ്റി പേരയുണ്ട്, അമ്പഴങ്ങ, അതേപോലെ തന്നെ റംബൂട്ടാൻ, കുരുവിൽ നിന്നും മാംസം ഇളകി വരുന്ന റംബൂട്ടാൻ, കുറ്റിക്കുരുമുളക്, അങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് വന്ന് നേരിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കുറേ പ്ലാവിനകളൊക്കെ ഉണ്ട്. അതേപോലെ പിന്നെന്തൊക്കെയാണ് ഉള്ളത്, മാവിനങ്ങളൊക്കെ ഉണ്ട്. അവക്കാടോടെ ചെറിയ ഇരിപ്പുണ്ട്, ശീമപ്ലാവ്, മുള്ളാത്ത, ചാമ്പത്തൈ, വേപ്പൻ തൈ, കറിവേപ്പിൻ്റെ തൈ. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനമാണ്. ഒരു കറിവേപ്പിൻ്റെ തൈ വേണ്ടേ, ഒരു വേപ്പ് ആര്യവേപ്പിൻ്റെ തൈ വേണ്ടേ. അതേപോലെ തന്നെ ഏതായിരുന്നു ഏകദേശം 4-5 വെറൈറ്റി പേരത്തൈ ഇരിപ്പുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാന്റൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ കുട്ടികളൊക്കെ ചെന്ന് ഓടിപ്പോയി പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രോബെറി പേര, അതേപോലെ തന്നെ മുന്തിരിത്തൈ, മുന്തിരിയുടെ പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള, നമുക്ക് ഇറച്ചി ഇടുന്ന മീൻ വെട്ടുന്ന ചോരയടങ്ങിയ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വളർന്നു കിട്ടുന്ന മുന്തിരിത്തൈയുണ്ട്. അന്നേരം ഇസ്രേലിൻ അത്തിത്തൈയുണ്ട്. ഇസ്രേലിൻ അത്തിയൊക്കെ നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അതേപോലെ തന്നെ മാതളത്തൈയുണ്ട്. പിന്നെ ആപ്പിൾ ചെറി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ചെറിയുടെ തൈ ഇരിപ്പുണ്ട്. അതേപോലെ സ്ട്രോബെറി പ്ലാന്റ് ഇരിപ്പുണ്ട്. പച്ചക്കറി തൈകളുണ്ട്, പച്ചക്കറി വിത്തുകളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. നിങ്ങളെ കൂട്ടുകാരിലേക്ക്, ചെടിയെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് കൂടി എത്താനായിട്ട് ഇത് പ്രയോജനപ്പെടും. അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും ഇടാനായിട്ട് നിങ്ങളുടെ പ്രോത്സാഹനം ഇനിയും ആവശ്യമുണ്ട്. അന്നേരം ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.